നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോഴ ഇടപാടിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിനും പങ്കെന്ന് IC ബാലകൃഷ്ണൻ MLA. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കളക്ടറേറ്റ് ധർണ. അമ്പലവയലിൽ കോഴിമാലിന്യം റോഡിൽ നിക്ഷേപിച്ചതിനെ ചൊല്ലി സംഘർഷം. ഓട്ടോ ഡ്രൈവർമാരും കോഴിക്കച്ചവടക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ 2 പേർക്ക് പരിക്ക്. ആരോഗ്യവകുപ്പ് അധികൃതർ കോഴിക്കട അടപ്പിച്ചു. കൃഷി നശിച്ച വാഴ കർഷകർക്ക് വയനാട്ടിൽ നഷ്ടപരിഹാര കുടിശ്ശിക 10.25 കോടിയോളം രൂപ. ഇതുവരെ തുക നൽകിയിട്ടില്ല. ചെറുകിട കർഷകർ ജപ്തി ഭീഷണിയിൽ. വയനാട് ന്യൂസ് അന്വേഷണം. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശമുള്ളവരുടെ കണക്കെടുക്കാൻ നിർദ്ദേശം. ബിനാമികൾക്കും പിടിവീഴും. നടപടിക്ക് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. കർക്കിടകത്തിലും വിയർത്തൊലിച്ച് വയനാട്. നഞ്ചയിറക്കാൻ മോട്ടോർ പമ്പിൽ വെള്ളം തേവി. 1.25 ലക്ഷം കുടുംബങ്ങളുടെ അതിജീവനത്തിന് കടമാൻതോട് പദ്ധതി വേണമെന്ന് കർമ്മസമിതി. പുതുതലമുറയെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ലഹരി വസ്തുക്കൾ കൊണ്ട് രാസയുദ്ധം. പുൽപ്പള്ളി മേഖലയിൽ ലഹരി അടിമകളുടെ എണ്ണം പെരുകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മെഡിക്കൽ കോഴ ഇടപാടിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് IC ബാലകൃഷ്ണൻ MLA. ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനങ്ങളെ തോൽപ്പിക്കാൻ മത്സരിക്കുകയാണെന്നും IC. മെഡിക്കൽ കോളേജ് കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. KL പൗലോസ്, KK അബ്രഹാം, PP ആലി, CP വർഗീസ്, PV ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ അഴിമതികൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നയപരമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ സമൂഹത്തിന്റെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. കോഴിയിറക്കാൻ വരുന്ന വാഹനങ്ങൾ റോഡിൽ കോഴി വേസ്റ്റ് ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെ ചൊല്ലി അമ്പലവയലിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കോഴിക്കടക്കാരും തമ്മിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറും കോഴിക്കടക്കാരനും ആശുപത്രിയിൽ. അമ്പലവയൽ ടൗണിലെ മത്സ്യമാംസ മാർക്കറ്റിൽ കോഴിയിറക്കാനെത്തുന്ന വാഹനത്തിലെ കോഴി വേസ്റ്റ് മുഴുവൻ അടിച്ചുകൂട്ടി ടൗണിലെ റോഡിൽ ഉപേക്ഷിക്കുന്നത് പതിവാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ ആരോപിച്ചു. ഇതേക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ വാഹനത്തിന്റെ നമ്പർ നൽകിയാൽ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു മറുപടി. ഇന്നു രാവിലെ കോഴിയിറക്കാൻ വന്ന വാഹനത്തിൽ നിന്ന് വേസ്റ്റ് റോഡിൽ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓട്ടോ ഡ്രൈവർ ചോദ്യം ചെയ്തതാണ് കോഴിക്കടക്കാരും ഓട്ടോ ഡ്രൈവർമാരും ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിനിടയാക്കിയത്. വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു. കോഴിക്കട ജീവനക്കാരിലൊരാൾ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയും ആയുധം ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിച്ചു എന്നുമാണ് പരാതി. ഓട്ടോറിക്ഷ ഡ്രൈവർ പറമ്പത്ത് ഫൈസലിന് ഇടത് കൈക്ക് പരിക്ക് പറ്റി. ഫൈസൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പരിക്കുപറ്റിയ കോഴിക്കട തൊഴിലാളി മരുതൽക്കോട്ടിൽ അജ്മൻ മത്തേരി ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ തേടി. കോഴി കൊണ്ടുവരുന്ന ആ വണ്ടിത്തെ വേസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് റോഡിലേക്ക് വരികയായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് അവരോട് പറഞ്ഞു വേസ്റ്റ് ഇവിടെ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആ നിങ്ങളുടെ വണ്ടിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്ന വണ്ടി നമ്പർ ഫോണിൽ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും വേക്കുന്ന ഈ കോഴിക്കടയിൽ നിന്ന് ഒരു ചെക്കന് ഓടി വന്ന് അജ്മൽ എന്ന് പറഞ്ഞ ഒരു ചെക്കന് ഓടി വന്ന് എൻ്റെ പുറത്ത് ചവിട്ടി. ഞാൻ ആ വണ്ടീൻ്റെ അടിയിലേക്ക് ഞാൻ മറിഞ്ഞിട്ട് വീണിൽ ഞാൻ എണീക്കുമ്പോൾ ഇവൻ കത്തി എടുത്തിട്ടാണ് പിന്നെ വരുന്നത്. കത്തി എടുത്തിട്ട് റോഡിലേക്ക് വന്നിട്ട് എന്നെ കത്തി കൊണ്ട് വീശിയപ്പോഴത്തേന് അവിടെയുള്ള വണ്ടിക്കാരും കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പണിക്ക് വന്ന നാട്ടുകാർ ഓടി വന്ന് അവനെ പിടിച്ച് ഇതാക്കി മാറ്റി. അവർ വന്നതുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെട്ടത്. ഭയങ്കരമായിട്ട് മാലിന്യങ്ങൾ ചീഞ്ഞ് നാല് റോഡിലും സമീപത്ത് ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റ് പരിസരങ്ങളിലും ദുർഗന്ധമായിട്ട് ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ച് ഇതുപോലെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്താൽ മാത്രമേ ഇത്തരം പ്രവണതകൾ ഈ അമ്പലവയൽ ടൗണിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മൂടി സ്ലാബ് ഒന്നുമില്ലാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അവിടെ കച്ചവടം നടക്കുന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതെവിടെയും കൊണ്ട് നിക്ഷേപിക്കാൻ സ്ഥലമല്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് കൊടുക്കുന്ന ഘട്ടത്തിൽ മാത്രം ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും പിന്നീടുള്ള യാതൊരു പരിശോധനയും വേണ്ട ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടില്ല. ആരോഗ്യവകുപ്പ് ശേഷമുള്ള പരിശോധന നടത്തിയിട്ടില്ല. ഇതാണ് പൊതുവായിട്ടുള്ള പ്രശ്നം. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അവിടെ കച്ചവടം നടക്കുന്നത്. അത് ആവശ്യമായ നടപടി എടുക്കേണ്ടത് പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പുമാണ്. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. കോഴിമാലിന്യം റോഡിൽ നിക്ഷേപിച്ചതിലും ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമ്പലവയലിൽ മണിക്കൂറുകളോളം കോഴിക്കടകൾ ഉപരോധിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർ മാർക്കറ്റ് താൽക്കാലികമായി അടപ്പിച്ചു. കോഴി വേസ്റ്റും മീൻ വേസ്റ്റും
സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് ഓട്ടോ ഡ്രൈവർമാർ മത്സ്യമാംസ മാർക്കറ്റിലേക്ക് മാർച്ചും ഉപരോധവും നടത്തിയത്. ഓട്ടോ ഡ്രൈവറെ ആയുധമുപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച കോഴിക്കട ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുക, റോഡിൽ മാലിന്യം നിക്ഷേപിച്ച കോഴിക്കട ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ഉപരോധവും. ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീതയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ കോഴിക്കടകൾ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശിച്ചു. അമ്പലവയൽ ടൗണിലെ ചിക്കൻ സ്റ്റാളിൽ നിന്നും ചിക്കൻ സ്റ്റാളിന് മുന്നിൽ കടയിലുള്ള ആളുകൾ കോഴി ഇറക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് റോഡിൽ തന്നെ നിക്ഷേപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോക്കാരുമായിട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായി അവർ അവിടെ സമരം ചെയ്യുകയും അതിൽ സമരം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിനെന്ന നിലയിൽ ഞങ്ങൾ ഇടപെടുന്നത്. ഇടപെട്ട സാഹചര്യത്തിൽ അത് ആ വേസ്റ്റ് അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കി അതിനുശേഷം മാത്രമേ ഷോപ്പ് തുറക്കാവൂ എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോപ്പ് അടപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും അത് അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പലവയൽ SI സുന്ദരന്റെ നേതൃത്വത്തിൽ ഇരു വിഭാഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് ധർണ അവസാനിപ്പിച്ചത്. അനീഷ് B നായർ, പ്രശാന്ത്, മനോജ്, മാർട്ടിൻ, പ്രഭാകരൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. കാലവർഷക്കെടുതിയിലും പ്രകൃതിക്ഷോഭത്തിലും കൃഷി നശിച്ച വയനാട്ടിലെ വാഴ കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകാൻ ഇതുവരെ നടപടിയായില്ല. 10,72,87,009 രൂപയാണ് വാഴ കർഷകർക്ക് നൽകാനുള്ളത്. കർഷകർ ബാങ്കുകളുടെ ജപ്തി ഭീഷണിയിൽ. ജില്ലയിൽ തുക ലഭിക്കാത്ത ദുരിതത്തിലായത് 4,765 ചെറുകിട വാഴ കർഷകർ. നഷ്ടപരിഹാരം സംബന്ധിച്ച മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പായില്ല. വയനാട് ന്യൂസ് അന്വേഷണം. 2014 ജനുവരി 1 മുതൽ 2015 ജനുവരി 31 വരെയുള്ള അപേക്ഷകളിൽ തുക നൽകാതെ സർക്കാർ തികഞ്ഞ അലംഭാവം കാട്ടുകയാണെന്നാണ് ആരോപണം ഉയരുന്നത്. ഇതോടെ ചെറുകിട കർഷകരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. ആകെയുള്ള വയലിന്റെ ആധാരം പോലും പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്താണ് ഭൂരിഭാഗം കർഷകരും കൃഷിയിറക്കിയത്. എടുത്ത ലോണിന്റെ പലിശ പോലും അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ബാങ്കിൽ നിന്നും കർഷകർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. ഉൽപാദന ചെലവിന്റെ 4/1 പോലും നഷ്ടപരിഹാരമായി ലഭിക്കില്ലെങ്കിലും പലിശ അടയ്ക്കാനെങ്കിലും തികയുമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. ഈ വർഷം ഫെബ്രുവരിയിൽ ജില്ലയിലെത്തിയ കൃഷിമന്ത്രി നഷ്ടപരിഹാര കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്നും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായും പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേസമയം തങ്ങളുടെ ഭരണകാലഘട്ടത്തിലെ കുടിശ്ശിക മാത്രം കൊടുത്തു തീർക്കുക എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. കുടിശ്ശിക കൊടുത്തു തീർക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജില്ല വീണ്ടും കർഷക ആത്മഹത്യയ്ക്ക് വേദിയായി മാറുമെന്ന് കർഷകർ പറഞ്ഞു. 2014 കാലവർഷത്തിൽ ഞങ്ങളുടെ വാഴകൃഷി മൊത്തം നശിച്ചുപോയി. അപ്പോൾ അതിന് ആ വർഷത്തെ മാത്രം സർക്കാർ കുടിശ്ശിക കാലവർഷത്തിൻ്റെ കുടിശ്ശിക ഇതുവരെ കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ വർഷത്തെ അതിന് ശേഷം വന്ന വർഷങ്ങളിലെ വർഷത്തെ കാലവർഷക്കെടുതി മൊത്തം കൊടുക്കുകയും ആ വർഷത്തെ മാത്രം പെൻഡിങ്ങിലാക്കി നിർത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആണെങ്കിൽ ജപ്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ കോടതി നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുക ലോൺ എടുത്തതിൻ്റെ. അപ്പോൾ ഇതുവരെ ആ പൈസ കൊടുക്കാനോ ഇതിനോ കാര്യങ്ങളോ സർക്കാർ തീരുമാനം എടുത്തില്ല. കുടിശ്ശിക വിതരണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് വിവിധ കർഷക സംഘടനകൾ. ജില്ലയിൽ കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടാകാറുള്ള മാനന്തവാടി ബ്ലോക്കിൽ മാത്രം 1731 കർഷകർക്കായി 2,83,45,190 രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ വിതരണം ചെയ്യാനുള്ളത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കൊയിലേരിയിൽ കാമുകനെ കൊന്ന് പുഴയിൽ തള്ളിയ സംഭവത്തിൽ മുഖ്യപ്രതി ബിനി മധു അടക്കം പ്രതികളെ വിട്ടുകിട്ടാൻ മാനന്തവാടി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. വേലിക്കോത്ത് കുഞ്ഞുമോൾ എന്ന അമ്മു, ഊർപ്പള്ളിപ്പൊയിൽ മണിയറ്റിങ്കൽ ജയൻ, ഊർപ്പള്ളി കോളനി കാവലൻ എന്നിവരാണ് ബിനി മധുവിനെ കൂടാതെ കേസിൽ പ്രതികൾ. സുനിലിന്റെ കൈവശമുണ്ടായിരുന്ന 40 ലക്ഷത്തോളം രൂപ ബിനി മധു കൈവശപ്പെടുത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഭർത്തൃമതി കൂടിയായ യുവതി തട്ടിയെടുത്തതായി സുനിലിന്റെ സഹോദരൻ സംഭവ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിൽ യുവതി പലതവണകളായി 40 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയും കൈപ്പറ്റിയതായി കണ്ടെത്തി. ഇത് കൂടാതെയും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനിയുടെ വീട്ടുജോലിക്കാരിയായ അമ്മു പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ബിനി നൽകിയ കൊട്ടേഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കിട്ടിയ മൊഴി.
സുനിലിന് പണം തിരികെ നൽകുന്നതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ സുനിലിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനി അമ്മുവിന് സലീലിനെ കൊല്ലുന്നതിന് 2 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് അമ്മു പോലീസിനോട് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലിൽ മുഖ്യപ്രതി ബിനി കുറ്റം സമ്മതിച്ചു. സാഹചര്യ തെളിവുകളുടെയും കൂട്ടുപ്രതികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ബിനിയെ ഞായറാഴ്ച രാത്രി 9 മണിയോടെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതികളായ അമ്മുവും ബിനിയും ജയിലിൽ കൂടിക്കാണുന്നത് ഒഴിവാക്കുന്നതിന് ബിനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൊയിലേരിയിലെ വീട്ടിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അമ്മുവിനെയും ബിനിയെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ കണക്കെടുക്കാൻ ഗവൺമെന്റ് തീരുമാനം. നടപടി കൈക്കൊള്ളാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പരിശോധന നടത്തും. നിയമം അനുവദിക്കുന്നതിലും കൂടുതൽ ഭൂമി പലരും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. 4 അംഗങ്ങളുള്ള കുടുംബത്തിന് പരമാവധി കൈവശം വെക്കാവുന്നത് 15 ഏക്കർ ഭൂമിയാണ്. ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ ഉന്നതന്മാരടക്കം ഭൂമി വാങ്ങിക്കൂട്ടിയതായി വിവരമുണ്ട്. റിസോർട്ടുകൾ, ക്വാറികൾ, സ്കൂളുകൾ, മതസ്ഥാപനങ്ങൾ എന്നിവയെ മുൻനിർത്തിയും വൻതോതിൽ ഭൂമി കച്ചവടം നടക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ റവന്യൂ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പോക്കുവരവും കരമടയ്ക്കലും നടത്തിയെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. തുള്ളി വെള്ളമില്ലാതെ വിയർത്തൊലിച്ച് കർക്കിടകം. മഴ ലഭിക്കാതെ അതികഠിനമായ ചൂടിൽ വയനാടൻ കാർഷിക മേഖല നട്ടം തിരിയുകയാണ്. തുള്ളിക്കൊരു കുടം മഴ എന്ന പഴയ വയനാടൻ കാലാവസ്ഥയ്ക്ക് തിരിച്ചടിയായി. കർക്കിടകത്തിൽ പോലും മഴ ലഭിക്കാതെ അതികഠിനമായ ചൂടിൽ കാർഷിക മേഖല നട്ടം തിരിയുകയാണ്. വെള്ളമില്ലാത്തത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നെൽകർഷകരെയാണ്. പൂട്ടിയ വയലുകളെല്ലാം ഉണങ്ങിത്തുടങ്ങുകയും നട്ട ഞാറുകൾ പറിച്ചു നടാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. കർക്കിടകം തുടക്കത്തിൽ പെയ്ത ചാറ്റൽ മഴ മാത്രമാണ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ ലഭിച്ചത്. കർക്കിടകം പകുതിയായിട്ടും മഴ ലഭിക്കാത്തത് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. വെയിലിന്റെ കാഠിന്യം പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കാലവർഷം പ്രതീക്ഷിച്ച നഴ്സറികളിൽ കുരുമുളക് തൈകളടക്കം ശേഖരിച്ച വിൽപ്പനയ്ക്കായി വെച്ചതും ചിലവായിട്ടില്ല. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി പ്രകാരം സ്കൂളുകൾ വഴിയും സ്വാശ്രയ സംഘങ്ങൾ വഴിയും വിതരണം ചെയ്ത പച്ചക്കറി വിത്തുകൾ നടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഈ നില തുടർന്നാൽ കുടിവെള്ളം പോലുമില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ വരൾച്ച പ്രതിരോധിക്കുന്നതിനും മേഖലയിലെ 1/4 ലക്ഷത്തോളം കുടുംബങ്ങളുടെ അതിജീവനത്തിനും കടമാൻതോട് പദ്ധതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്ന് കടമാൻതോട് കർമ്മസമിതി യോഗം ആവശ്യപ്പെട്ടു. പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും കർമ്മസമിതി ആരോപിച്ചു. മേഖലയിൽ വരൾച്ചയുണ്ടാക്കുന്ന ആഘാതം താങ്ങാൻ കർഷകർക്ക് കഴിയുന്നില്ല. നാണ്യവിളകളടക്കം നശിക്കുകയാണ്. വരൾച്ച പ്രതിരോധിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ത്രിതല പഞ്ചായത്തുകൾ മുഖാന്തരം നടപ്പാക്കുന്ന പദ്ധതികൾ ഒരു പ്രയോജനവും ഉണ്ടാക്കുന്നില്ല. വരൾച്ച പ്രതിരോധിക്കാൻ 5 വർഷത്തോളമായി ശശിമല വാട്ടർഷെഡ് പദ്ധതിയടക്കം പദ്ധതികൾക്കു വേണ്ടി കോടികളാണ് ചെലവഴിച്ചത്. മുദ്ദള്ളിത്തോട്ടിലും കടമാൻതോട്ടിലും ഏതാനും തടയണകൾ നിർമ്മിക്കാൻ കോടികളാണ് ചെലവാക്കിയത്. 1995 മുതൽ തടയണ, മൺകയ്യാല, കല്ല് കയ്യാല, വനവൽക്കരണം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. കോടികൾ കണക്കെഴുതി ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോഴും പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലയിൽ ഭൂഗർഭ ജലവിധാനം കൂടുതൽ താഴ്ന്നുപോവുകയാണ്. ഡക്കാൻ പീഠഭൂമിയിലെ വരണ്ട കാലാവസ്ഥയുടെ പിടിയിലമരുന്ന വയനാട്ടിലെ 2 പഞ്ചായത്തുകൾ പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലുമാണെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശം മരുവൽക്കരണത്തിന്റെ പാതയിലാണ്. മേഖലയിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് 4/1 മഴ മാത്രമാണ് കിട്ടുന്നത്. ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുക, കിട്ടുന്ന മഴവെള്ളം ശേഖരിച്ചു നിർത്തുക തുടങ്ങിയ നടപടികളിലൂടെ അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതും ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നതും തടയേണ്ടതുണ്ട്. കടമാൻതോട് പദ്ധതി നടപ്പാക്കുന്നതുൾപ്പെടെ പദ്ധതികൾ നടപ്പാക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യാവശ്യമാണെന്ന് കർമ്മസമിതി ചൂണ്ടിക്കാട്ടുന്നു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കർക്കിടകം ചതിച്ചപ്പോൾ ഞാറു നടാൻ കർഷകർ തോട്ടിൽ മോട്ടോർ വെച്ച് പാടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്തു. നെന്മേനി വെണ്ടോല പാടശേഖരത്തിലെ 50 ഏക്കറോളം വയലിലാണ് വെള്ളം പമ്പ് ചെയ്ത് ഞാറ് നട്ടത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രദേശത്ത് സ്ഥാപിച്ച ചെക്ക് ഡാം നോക്കുകുത്തിയായി. മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ പ്രതികൂല കാലാവസ്ഥയിലും ഞാറ്റടി തയ്യാറാക്കിയത്. ഞാറു നടാൻ സമയമായപ്പോൾ വീണ്ടും കാലാവസ്ഥ ചതിച്ചു. ഈ സാഹചര്യത്തിലാണ് കർഷകർ വെള്ളം പമ്പ് ചെയ്ത് കൃഷി ഇറക്കിയത്. തുടർമഴ ലഭിച്ചില്ലെങ്കിൽ ഞാറ്റടിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തകരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. പ്രദേശത്ത് 35 ലക്ഷം രൂപ ചെലവഴിച്ച് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ഉപയോഗപ്പെടുന്നില്ല. സോമൻ, മോഹൻദാസ്, രവീന്ദ്രൻ, രാജഗോപാൽ തുടങ്ങിയ 15ഓളം കർഷകരാണ് വെണ്ടോൽ പാടത്ത് വെള്ളം പമ്പ് ചെയ്ത് കൃഷി നടത്തുന്നത്.
നെൽകൃഷിയുടെ ഹരിതാപം നിലനിർത്താൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. തോട്ടിലൊഴുകുന്ന ജലത്തെ കൃഷിയിടങ്ങളിലെത്തിക്കാൻ ഫലപ്രദമായ രീതിയിൽ ചെക്ക് ഡാമുകളോ പമ്പ് ഹൗസുകളോ സ്ഥാപിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മഴയെ മാത്രം ആശ്രയിച്ച് നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു ചെക്ക് ഡാമാണ്. അതിൽ നിന്ന് വെള്ളം നിൽക്കുന്നില്ല. അത് തടഞ്ഞ് ശരിയായ രീതിയിൽ ചെക്ക് ഡാം പണിത് തരികയാണെങ്കിൽ, ഒരു മോട്ടറൊക്കെ വെച്ച് തരികയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും പഞ്ചായത്തിന്റെ. പിന്നെ ഇക്കൊല്ലവും ഞങ്ങൾ ഞാറ്റടി ശരിയാക്കി. അതിനുശേഷം നെല്ല് കൃഷി ചെയ്യാനായിട്ടുള്ള എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഇക്കൊല്ലം അതികഠിനമായ വരൾച്ച ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നു, ആദ്യം മണ്ണെണ്ണ എഞ്ചിൻ കൊണ്ടുവന്നൊക്കെ ഞങ്ങൾ പല പ്രാണികൾ നോക്കിയെങ്കിലും അതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ ഞങ്ങൾ ഒരു മോട്ടോർ വെച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചുകൊട്ട് അത് ഞങ്ങളോട് സാറ്റിസ്ഫൈഡ് അല്ല. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൻ. അപഗണനയുടെ ദുരിതം പേറി പൂതിക്കാട് കാട്ടുനായ്ക്ക കോളനി. കുടിവെള്ളവും ഗതാഗതയോഗ്യമായ വഴിയുമില്ലാത്തതാണ് കോളനിക്കാരുടെ ദുരിതത്തിന് കാരണം. കോളനിക്കാരുടെ ദുരിതം കാണാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് പരാതി. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ 31ാം ഡിവിഷനിൽപ്പെട്ട പൂതിക്കാട് കാട്ടുനായ്ക്ക കോളനിയിലെ കുടുംബങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ ദുരിതത്തിലായിരിക്കുന്നത്. 10 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി കുടിവെള്ളം കിട്ടാക്കനിയാണ്. മാസങ്ങൾക്ക് മുമ്പ് കോളനിയിലെ കിണർ വറ്റിയതിനു പുറമെ കോളനിയിലെ കുഴൽക്കിണറിൽ നിന്നുള്ള ജലവിതരണ സംവിധാനവും നിലച്ചു. ഇതോടെ കുടിവെള്ളത്തിനായി കുന്നിൻചെരുവിലെ കിണറിലെ കലക്കവെള്ളമാണ് കോളനിക്കാർ ഉപയോഗിക്കുന്നത്. പായലും ചെളിയും നിറഞ്ഞ വെള്ളം ഉപയോഗിക്കുന്നത് കാരണം കോളനിയിലെ പലർക്കും പകർച്ചവ്യാധികളും പിടിപെട്ടതായി കോളനിക്കാർ പറയുന്നു. നിലവിൽ ഈ കലക്കവെള്ളം തലച്ചുമടായി ചെങ്കുത്തായ കുന്നുകയറ്റി വേണം കോളനികളിലെ വീടുകളിൽ എത്തിക്കാൻ. കുടിവെള്ളത്തിനു പുറമെ ഗതാഗതയോഗ്യമായ വഴിയും ഇവിടേക്കില്ല. രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ സമീപത്തെ ടാറിംഗ് റോഡിലേക്ക് എടുത്തുകൊണ്ടുപോകേണ്ട ഗതികേടിലാണ് കോളനിക്കാർ. കോളനിക്കാരുടെ ഈ ദുരിതം ഡിവിഷൻ കൗൺസിലറെയും ട്രൈബൽ വകുപ്പിനെയും അറിയിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് കോളനിക്കാരുടെ പരാതി. നിലവിൽ ബിരുദത്തിന് വരെ പഠിക്കുന്ന കുട്ടികളുള്ള ഈ കോളനിയിൽ പഠനത്തിനാവശ്യമായ യാതൊരു സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ലെന്നും കോളനിക്കാർ പരാതിപ്പെടുന്നു. കുടിക്കാനുള്ള കുടിവെള്ള സംവിധാനം അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ എവിടെ ചെന്നാലും. പിന്നെ റോഡ്, അതിവിടെ ഒരു ജനറൽ വിഭാഗം ഉള്ളത് കൊണ്ടാണ് റോഡ് സർക്കാർ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യമാണ്. ഇവിടെ വിദ്യാഭ്യാസവും മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ഒരാളും ഇവിടേക്ക് എത്തിപ്പെടുന്നില്ല. ആകെ വരുന്ന ഒരു ജനമൈത്രി പോലീസ്, പിന്നെ ഈ ST പ്രൊമോട്ടർ, ഇവരല്ലാതെ വേറെ ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. കൗൺസിലറായ ബിന്ദു അടക്കം ഈ കോളനിയിലേക്ക് വന്നു പോയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും ഓടിയെത്തു, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ കോടികൾ ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നുവെന്ന് പറയുമ്പോഴാണ് ഏറെ സംരക്ഷണത്തിന് അർഹതയുള്ള പ്രാക്തന ഗോത്രവർഗ്ഗ വിഭാഗമായ കാട്ടുനായ്ക്ക വിഭാഗങ്ങളുടെ ഈ ദുരവസ്ഥ. വയനാട് ന്യൂസ്, ബത്തേരി. ഗോത്രവർഗ കോളനികളിൽ പകർച്ചപ്പനി പടരുന്നു. മിക്ക കോളനികളിലെയും വീടുകളിൽ പനിബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കോളനികളിൽ നടക്കുന്നില്ലെന്നും ആരോപണം. ബത്തേരിയിലെയും പരിസരങ്ങളിലെയും ആദിവാസി കോളനികളിലാണ് പകർച്ചപ്പനി പടരുന്നത്. ഒട്ടുമിക്ക കോളനികളിലും പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. മിക്ക കുടുംബങ്ങളിലെയും എല്ലാ അംഗങ്ങളും പകർച്ചപ്പനിയുടെ പിടിയിലാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ പൂതിക്കാട് കാട്ടുനായ്ക്ക കോളനിയിൽ പകുതിയിലധികം ആളുകളും പനിബാധിതരാണ്. കോളനിയിലെ ബാബുവിന്റെ കുടുംബത്തിലെ 7 പേർ പനിബാധിച്ച് വീടിനുള്ളിൽ തന്നെ കഴിയുകയാണ്. 65-കാരിയായ ബാബുവിന്റെ അമ്മ മാതി, ഭാര്യ സ്വപ്ന, മക്കളായ 14-കാരൻ വിഷ്ണു, 5 വയസ്സുകാരി സ്നേഹ, 3 വയസ്സുള്ള ജിഷ്ണു, 1 വയസ്സ് മാത്രം പ്രായമുള്ള ബിനീഷ് എന്നിവരാണ് പനി ബാധിച്ച് വീട്ടിൽ തന്നെ കഴിയുന്നത്. അമ്മ മാതിക്ക് പനി വന്ന സമയത്ത് ആശുപത്രിയിൽ കാണിച്ചു മരുന്ന് വാങ്ങിയെങ്കിലും പനി മാറിയിട്ടില്ല. പണമില്ലാത്തതിനാൽ പിന്നീട് ആശുപത്രിയിലേക്കും ഇവർ പോയിട്ടുമില്ല. കുടുംബത്തിലെല്ലാവർക്കും പനി ബാധിച്ചതോടെ അന്നന്നത്തെ ഉപജീവനം പോലും അയൽവീട്ടുകാരുടെ കാരുണ്യത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. കുടുംബത്തിൽ എല്ലാവർക്കും പനിയാണ്. കെട്ടുവിനാണെങ്കിൽ പണിയില്ല. കെട്ടുവിന് ഒരു പണി കിട്ടിയാൽ അതിലാണ് ചിലവ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ എന്തിനെങ്കിൽ പോയി അമ്മ കൊണ്ടുവരും. കയ്യിനും കാലിന് വയ്യ. ആങ്ങളെ എപ്പോഴെങ്കിലും വന്ന് നോക്കൂ, പോകൂ, അത്രേ ഉള്ളൂ. ആരും ശ്രദ്ധിക്കുന്നില്ല. കോളനികളിൽ ഇത്തരത്തിൽ പനി പടരുമ്പോഴും യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നതാണ് ഏറെ ദയനീയം. ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ട്രൈബൽ ആരോഗ്യ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയും അത് മരണങ്ങളിലേക്ക് എത്താവുന്ന സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി.
നെന്മേനി പഞ്ചായത്തിലെ പഴൂരിൽ ഇന്നലെ രാത്രി ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങിയത് ഭീതി പരത്തി. സെന്റ് മാത്യൂസ് വൃദ്ധസദനത്തിന്റെ മതിൽ തകർത്ത് കൃഷിയിടങ്ങളിലെത്തിയ കാട്ടാനയെ വനപാലകരും ജനങ്ങളും ചേർന്ന് പാതിരാത്രിയോടെ നൂൽപ്പുഴ വനത്തിലേക്ക് തുരത്തി ഓടിച്ചു. ഇന്നലെ 7:30 സെന്റ് മാത്യൂസ് വൃദ്ധസദനത്തിന്റെ മതിൽ തകർത്ത് കാട്ടാന തോട്ടത്തിലിറങ്ങിയത്. വൃദ്ധരും രോഗികളുമായ 45 അന്തേവാസികളായിരുന്നു വൃദ്ധസദനത്തിലുണ്ടായിരുന്നത്. ഇവർ ബഹളം വെച്ചപ്പോൾ ആന റോഡിലേക്ക് ഇറങ്ങി. വനപാലകരും നാട്ടുകാരും ചേർന്ന് 12 മണിയോടെയാണ് ആനയെ തിരികെ കാട്ടിൽ കയറ്റിയത്. മാസങ്ങളായി ഈ ഒറ്റയാൻ ചീരാൽ, ഈസ്റ്റ് ചീരാൽ, പഴൂർ, മുണ്ടക്കൊല്ലി പ്രദേശങ്ങളിൽ ഭീതി വിതയ്ക്കുകയാണ്. നാട്ടുകാർ രാത്രി പുറത്തിറങ്ങുന്നതും കുട്ടികളെ സ്കൂളിൽ വിടുന്നതും ഭയത്തോടെയാണ്. നൂൽപ്പുഴ വനത്തിൽ ഫെൻസിംഗും ട്രെഞ്ചും ഫലപ്രദമല്ലാത്തതാണ് ആന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാൻ കാരണം. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കുമായി വന്യമൃഗഭീഷണി പ്രശ്നമുന്നയിച്ച് കർഷക സമിതി DFOയ്ക്ക് നിവേദനം നൽകിയിരുന്നു. പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ഒത്തിരിയേറെ വളരെയേറെ പേടിച്ച് ഒത്തിരി ആളുകൾ തന്നെ കൂടെ ഫോറസ്റ്റുകാരൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയേ മതിയാകൂ. അല്ലാതെ ആളുകൾക്ക് ഇങ്ങനെ നാട്ടുപ്രദേശ ആനകൾ ഇറങ്ങി ഒരു ഭീതി സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എങ്ങനെയാ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. ആ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. വയനാട് ന്യൂസ്, ചീരാൽ. ഇനി കലാലയങ്ങൾ ലഹരിയുടെ പിടിയിൽ. പുൽപ്പള്ളി മേഖലയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം പുതിയ തലമുറ ലഹരി വസ്തുക്കളുടെ അടിമകളാകുന്നതായി റിപ്പോർട്ട്. മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ മേഖല കഞ്ചാവടക്കം ലഹരി വസ്തുക്കളുടെ പിടിയിലാണ്. കർണാടകയിൽ നിന്നാണ് പ്രധാനമായും ഇവിടെ കഞ്ചാവ് എത്തുന്നത്. ബൈരക്കുപ്പ വഴിയെത്തുന്ന കഞ്ചാവടക്കം ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ തിരിച്ചറിയാനോ നിയന്ത്രിക്കാനോ എക്സൈസിനും പോലീസിനും കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി മരക്കടവിൽ ലഹരി വസ്തുക്കൾ വാങ്ങാനെത്തിയ 6 വിദ്യാർത്ഥികളെ നാട്ടുകാർ പിടികൂടി രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ തന്നെ ക്യാമ്പസുകളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കാൻ തുടങ്ങിയതോടെ പല ക്യാമ്പസ് പരിസരങ്ങളിലും ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കളുമായി ഒരുപാട് തവണ വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയിട്ടുണ്ടെങ്കിലും മാനുഷിക പരിഗണനയുടെ പേരിൽ താക്കീത് ചെയ്ത് വിട്ടയച്ച സംഭവങ്ങൾ പുൽപ്പള്ളിയിലേറെയാണ്. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെപ്പറ്റി അധ്യാപകർക്ക് വ്യക്തമായ വിവരമുണ്ടെങ്കിലും ലഹരി വിൽപ്പനാ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് പലരും നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം സ്ഥലത്തെ ഒരു സ്വകാര്യ വിദ്യാലയത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ വിദ്യാർത്ഥി തലകറങ്ങി വീഴുകയും ആശുപത്രിയിൽ പരിശോധിച്ചപ്പോൾ ലഹരി വസ്തു ഉപയോഗിച്ചതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പകൽ നേരങ്ങളിൽ പതിവിന് വ്യത്യസ്തമായി കുട്ടികളുടെ ഉറക്കം തൂങ്ങലും പഠനത്തിലും മറ്റും മോശമാകുന്നതും പരിശോധിച്ചപ്പോഴാണ് കുട്ടികൾ അമിതമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യം അധ്യാപകർ പോലും അറിയുന്നത്. ചികിത്സയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അധ്യാപകരും രക്ഷിതാക്കളും അധികൃതരും ഒരുമിച്ചു ശ്രമിച്ചാൽ കലാലയങ്ങളെ വട്ടമിടുന്ന ലഹരി കച്ചവടക്കാരെ തുരത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കുടുംബം, സമൂഹം തുടങ്ങി രാഷ്ട്രഘടന നിർണയിക്കുന്ന അടിസ്ഥാന ജൈവബന്ധങ്ങളിൽ നിന്ന് പുതിയ തലമുറയെ ഡിലീറ്റ് ചെയ്യുന്ന ആസൂത്രിതമായ ഒരു കെമിക്കൽ യുദ്ധമാണ് ശക്തി പ്രാപിക്കുന്നതെന്ന സംശയം ബലപ്പെടുകയാണ്. പുൽപ്പള്ളി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ പാവപ്പെട്ടവർക്കുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷനിൽ അപേക്ഷിച്ച ഗുണഭോക്താക്കളെ ഗ്രാമപഞ്ചായത്തും സർക്കാരും ചേർന്ന് വഞ്ചിച്ചതായി മീനങ്ങാടി മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 19 വാർഡുകളിലായി 2500ഓളം ഗുണഭോക്താക്കളാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അർഹരായ പാവപ്പെട്ടവരെ തഴഞ്ഞ് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി ഗുണഭോക്തൃ ലിസ്റ്റ് അട്ടിമറിക്കുകയാണ് ഭരണകർത്താക്കൾ ചെയ്തതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഏകദേശം 2500 പരം ആളുകളാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്നാൽ അന്തിമ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പല വാർഡിലും 1, 2 ഏറിയാൽ 4, 5 എന്നതിനപ്പുറം ബാക്കി 100 കണക്കിന് ആളുകളെ ഈ ലിസ്റ്റിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതി സമ്പൂർണമായി തകിടം മറിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. പുൽപ്പള്ളി ടൗണിലെ ട്രാഫിക് പരിഷ്കരണ നിർദ്ദേശങ്ങൾ കടലാസിൽ ഉറങ്ങുന്നു. ഓഗസ്റ്റ് 1 മുതൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും പോലീസും ഗ്രാമപഞ്ചായത്തും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ടൗണിൽ ഗതാഗതക്കുരുക്ക് നീക്കുപോക്കില്ലാതെ തുടരുന്നു. ഈ മാസം 1 മുതൽ പുതിയ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുമെന്നായിരുന്നു ത്രിതല പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. എന്നാൽ അംഗങ്ങൾക്കിടയിലെ തർക്കവും
ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും ടാക്സി വാഹന ഉടമകളും നൽകിയ പരാതികൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതു കാരണം പരിഷ്കരണം എപ്പോൾ നടപ്പാക്കുമെന്ന് പറയാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ഗതാഗതക്കുരുക്ക് കാരണം അപകടങ്ങൾ വർദ്ധിച്ചിട്ടും അധികൃതർ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലെന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ താഴെയങ്ങാടി വരെയും മരിയ ജംഗ്ഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും അനശ്വര ജംഗ്ഷൻ മുതൽ വിമലാമേരി ഹോസ്പിറ്റൽ വരെ ഭാഗങ്ങളിൽ വാഹനങ്ങൾ കാലത്ത് മുതൽ പാർക്ക് ചെയ്യുന്നത് ഫുട്പാത്തിലാണ്. റോഡിനിരുവശവും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതുകാരണം ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായി മാറി. ഒരു മാസം മുമ്പ് തന്നെ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വ്യാപാരികൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തർക്കങ്ങൾ പരിഹരിച്ച ട്രാഫിക് പരിഷ്കരണ പദ്ധതി നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പ് പരിഹരിക്കാൻ തയ്യാറാകാതെ ത്രിതല പഞ്ചായത്ത് അധികൃതർ പരിഷ്കരണ പദ്ധതി വൈകിപ്പിക്കുകയാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അപകട ഭീഷണിയായി ഉണങ്ങി നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തോട് അധികൃതരുടെ അവഗണന തുടരുന്നു. ദേശീയപാതയിൽ ബീനാച്ചി ടൗണിലാണ് വൻ മരം ഉണങ്ങി ഭീഷണിയായി നിൽക്കുന്നത്. അടിയന്തരമായി മരം മുറിച്ചു നീക്കിയില്ലെങ്കിൽ വൻ ദുരന്തത്തിന് ദൃക്സാക്ഷികളാകേണ്ടി വരുമെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദേശീയപാത കടന്നുപോകുന്ന ബീനാച്ചി ടൗണിലാണ് വൻമരം ഉണങ്ങി ഭീഷണിയായി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഉണങ്ങി നിൽക്കുന്ന ഈ മരം മുറിച്ചു നീക്കണമെന്ന് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും മരം ഇതുവരെ മുറിച്ചു നീക്കിയിട്ടില്ല. സ്കൂളുകളും ആരാധനാലയങ്ങളുമുള്ള സ്ഥലത്താണ് മരം അപകട ഭീഷണിയായി നിൽക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഈ മരത്തിനു ചുവട്ടിലൂടെയാണ് കാൽനടയായി യാത്ര ചെയ്യുന്നത്. പൂർണ്ണമായി ഉണങ്ങി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ ഏതു സമയവും റോഡിലേക്ക് നിലംപതിക്കാമെന്ന അവസ്ഥയിലുമാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപാട് കാലമായി ഇതിങ്ങനെ ഉണങ്ങി കിടക്കുകയാണ്. ഒരുപാട് സ്കൂൾ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ഇത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് വലിയൊരു അപകടം സംഭവിക്കാനുള്ളതുകൊണ്ടാണ് അവിടെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതായി മുറിച്ചു മാറ്റണമെന്ന്. വയനാട് ന്യൂസ്, ബത്തേരി. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് വയനാട് ജില്ലാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഗോത്രതാളം പദ്ധതിയുടെ ഭാഗമായി വിവിധ ഗോത്രകലകളിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഈ മാസം 5-ന് കൽപ്പറ്റ പുളിയാർമല കൃഷ്ണഗൌഡർ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. CK ശശീന്ദ്രൻ MLA അധ്യക്ഷനായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 35 ഗോത്ര വിദ്യാർത്ഥികൾ അടക്കം 55 പേരാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 35 കുട്ടികളും പുറത്തു നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടുത്തി 52 കുട്ടികളുടെ മെഗാ ഷോയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, വയനാട് ജില്ല ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ താമസിക്കുന്ന ജില്ലയാണ്. വയനാടിൻ്റെ ഒരു ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ ഇവരുടെ കളികളും പാട്ടുകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ശ്രേയസ് അമ്പുകുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മേഖലാ കോർഡിനേറ്റർ ജിരി ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി ജോയി അധ്യക്ഷനായിരുന്നു. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചടങ്ങിൽ ഡോക്ടർ കൃഷ്ണപ്രിയയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് സിഒമാരായ ജാൻസി ബെന്നി, രജിത ബാബു എന്നിവർ നേതൃത്വം നൽകി. അനിൽ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ കോഴ ഇടപാടിൽ BJP സംസ്ഥാന നേതൃത്വത്തിനും പങ്കെന്ന് IC ബാലകൃഷ്ണൻ MLA. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കളക്ടറേറ്റ് ധർണ. അമ്പലവയലിൽ കോഴിമാലിന്യം റോഡിൽ നിക്ഷേപിച്ചതിനെ ചൊല്ലി സംഘർഷം. ഓട്ടോ ഡ്രൈവർമാരും കോഴിക്കച്ചവടക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ 2 പേർക്ക് പരിക്ക്. ആരോഗ്യവകുപ്പ് അധികൃതർ കോഴിക്കട അടപ്പിച്ചു. കൃഷി നശിച്ച വാഴ കർഷകർക്ക് വയനാട്ടിൽ നഷ്ടപരിഹാര കുടിശ്ശിക 10.25 കോടിയോളം രൂപ. ഇതുവരെ തുക നൽകിയിട്ടില്ല. ചെറുകിട കർഷകർ ജപ്തി ഭീഷണിയിൽ. വയനാട് ന്യൂസ് അന്വേഷണം. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശമുള്ളവരുടെ കണക്കെടുക്കാൻ നിർദ്ദേശം. ബിനാമികൾക്കും പിടിവീഴും. നടപടിക്ക് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. കർക്കിടകത്തിലും വിയർത്തൊലിച്ച് വയനാട്. നഞ്ചയിറക്കാൻ മോട്ടോർ പമ്പിൽ വെള്ളം തേവി. 1/4 ലക്ഷം കുടുംബങ്ങളുടെ അതിജീവനത്തിന് കടമാൻതോട് പദ്ധതി വേണമെന്ന് കർമ്മസമിതി. പുതുതലമുറയെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ലഹരി വസ്തുക്കൾ കൊണ്ട് രാസയുദ്ധം. പുൽപ്പള്ളി മേഖലയിൽ ലഹരി അടിമകളുടെ എണ്ണം പെരുകുന്നു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.